മാനന്തവാടി വള്ളിയൂർക്കാവിൽ കരടിയിറങ്ങി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. വള്ളിയൂർക്കാവ് പ്രദീപിന്റെ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് കരടിയുടെ ദൃശ്യം പതിഞ്ഞത്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും KR അനൂപ് ചേരുന്നു. അനൂപ്, എപ്പോഴായിരുന്നു സംഭവം? ഇങ്ങനെയൊരു സംഭവം പുറത്തു അറിഞ്ഞതെങ്ങനെ? ഈ പുറത്തുവന്ന ദൃശ്യങ്ങൾ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. കരടി എത്തിക്കുന്ന CCTV ദൃശ്യം ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ വള്ളിയൂർക്കാവിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ സ്ഥാപിച്ച ക്യാമറയിൽ കരടി ദൃശ്യം പതിഞ്ഞത്. ഇന്ന് രാത്രിയും കരടി പ്രദേശത്തെത്തിയതായി നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് വനപാലകർ തെരച്ചിൽ നടത്തുകയാണ്. ജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാനന്തവാടി വള്ളിയൂർക്കാവിന് സമീപത്താണ് ഈ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ വന്യമൃഗ ശല്യമെല്ലാം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണിത്. എന്നാൽ കരടിയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ പ്രദേശത്ത് പുതിയതാണ്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഈ പ്രദേശത്ത് ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഈ പ്രദേശത്ത് ഒരു വ്യാപകമായ തിരച്ചിൽ നടത്തുന്നത്. ഈ പ്രദേശത്തിന് തൊട്ട് സമീപത്ത് കഴിഞ്ഞ ദിവസവും കരടിയുടെ സാന്നിധ്യം സംബന്ധിച്ച് നാട്ടുകാർ ചില വിവരങ്ങൾ നൽകിയിരുന്നു. നാട്ടുകാർ കരടിയെ കണ്ടതായി ഉള്ള വിവരങ്ങൾ വനംവകുപ്പിന് കൈമാറുകയും എല്ലാം ചെയ്തതാണ്. ആ നിലയ്ക്ക് ആ ഘട്ടത്തിൽ തന്നെ മുൻകരുതൽ നടപടികളെല്ലാം വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ കരടി എത്തിയതിന്റെ CCTV ദൃശ്യം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഏതായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ വനംവകുപ്പ് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടിന് പുറത്ത് ഇറങ്ങുമ്പോഴും രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും എല്ലാം ഈ രീതിയിൽ അപകട സാധ്യതയുള്ള ഈ പ്രദേശത്ത് ജാഗ്രത പാലിക്കണം നാട്ടുകാർ എന്നൊരു നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും പരിശോധനകൾ ഈ രാത്രിയിലും ഇവിടെ തുടരുകയാണ്. ശരി, KR അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്. മാനന്തവാടി വള്ളിയൂർക്കാവിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ കരടി എത്തിയ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്.